आसमानी रोटी मुझको खिला कमजोर दिल को तगड़ा बना दे भरपूर करके रजा भरपूर करके रजा आसमानी रोटी मुझको खिला दे कमजोर दिल को तगड़ा बना दे भरपूर करके रजा भरपूर करके रजा उतरा 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 हेरु के पाक उतरा 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 हेरु के पाक उतरा 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 പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വചനം വായിച്ച് അതിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മളോട് ഇടപെടുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. അതിനായി നമുക്ക് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആമോസ് എഴുതിയ ലേഖനം പ്രവചനം 8:11. ആമോസ് 8:11 ഇന്ന് വായിക്കുന്നത്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ. ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, വചനത്തിനായുള്ള വിശപ്പ് ദൈവം ദേശത്തേക്ക് അയക്കുവാൻ പോകുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ജനം അപ്പത്തിന് വേണ്ടി ഓടി നടക്കുന്നു. ആഹാരത്തിന് വേണ്ടിയുള്ള അവൻ്റെ താല്പര്യം ഏറ്റവും മുമ്പേ തന്നെ നിൽക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഇത് കർത്താവ് മരുഭൂമിയിൽ ഉപവാസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പിശാച് യേശുവിനോട് പറയുകയാണ്. അപ്പോൾ പിശാചിനോട് യേശു പറയുകയാണ്, കർത്താവ് പറഞ്ഞ വാക്കുകളാണ് ഇത്. കർത്താവ് അവിടെ ഇതിൽ അവിടെ വ്യക്തമാക്കുന്ന കാര്യം, നമ്മൾക്ക് ഈ ലോകത്തിലെ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുകയില്ല. അത് നമ്മൾക്ക് പിന്നെയും വിശപ്പുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് വെറും താൽക്കാലികമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ അപ്പമാകുന്നു. ഈ അപ്പം കഴിക്കുന്നതിന് വിശക്കുകയില്ല. യോഹന്നാൻ സുവിശേഷം 1:1 പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, ഈ വചനമാകുന്ന ദൈവത്തെയാണ് നാം ഭക്ഷിക്കേണ്ടത്. യോഹന്നാൻ 6:53 നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 6:57 പറയുകയാണ്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കാതെ നിത്യജീവനെ പ്രാപിക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മളെപ്പോഴും ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് ദൈവമനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ചെയ്തില്ല എങ്കിൽ നമ്മളിൽ ജീവനില്ല, ദൈവവുമായി ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കൂ. അവൻ വെറും മരിച്ചവനെ പോലെയാണ് എന്ന് വചനം വ്യക്തമാക്കുന്നു. ശമരിയാക്കാരത്തി സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിച്ചാൽ പിന്നെയും ദാഹിക്കും, എന്നാൽ ജീവൻ്റെ ജലം എൻ്റെ പക്കലുണ്ട്, അത് കുടിക്കുന്ന ഒരു കാലവും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന തിരുവഴുത്തായെത്തി. യോഹന്നാൻ 7:37 വായിക്കുന്നു, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. നമ്മുടെ കർത്താവ് ജീവൻ്റെ അപ്പമാകുന്നു, ജീവൻ്റെ ജലവുമാകുന്നു. യേശുവിനെ അപ്പമായി ഭക്ഷിക്കുകയും അവൻ്റെ രക്തത്തെ കുടിക്കുകയും എന്ന് പറയുമ്പോൾ യേശു എന്ന അപ്പത്തെ ഭക്ഷിക്കുമ്പോൾ വചനത്തെ ആണ് ഭക്ഷിക്കുന്നത്. അവൻ്റെ രക്തത്തെ കുടിക്കുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്തം ജീവനാണ്. ലോകത്തിൻ്റെ അപ്പം ഭക്ഷിക്കുമ്പോൾ താൽക്കാലികമായി വിശപ്പ് മാറിയാൽ അവൻ പിന്നെയും വിശന്നുകൊണ്ടേയിരിക്കും.
യേശുവിൻ്റെ രക്തം കുടിക്കുക എന്ന് പറയുമ്പോൾ ജീവനാകുന്ന രക്തം നമ്മുടെ ഉള്ളിൽ പകരുന്നു. അത് നമ്മെ നിത്യജീവനിൽ എത്തിക്കുന്നു. വചനമാകുന്ന അപ്പം ഭക്ഷിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആത്മീയ വിശപ്പ് മാറുകയുള്ളൂ. നമ്മുടെ ഉള്ളിലെ ആത്മീയ മനുഷ്യൻ വളരണമെങ്കിൽ വചനമാകുന്ന യേശു എന്ന അപ്പം കഴിക്കണം. ലോകത്തിൻ്റെ അപ്പം നമ്മുടെ ശരീരം പുഷ്ടിവെക്കുക മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഉള്ളിലെ ആത്മീയ മനുഷ്യൻ വളർന്നില്ല എങ്കിൽ നമ്മളിലെ ലോക മനുഷ്യൻ വളർന്നുകൊണ്ടേയിരിക്കും. നിത്യത നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് ദൈവവചനം ഭക്ഷിക്കാനുള്ള വിശപ്പ് നമുക്ക് ദിവസങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ. 1 കൊരിന്ത്യർ 11:23 നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കിയത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഈ ശുശ്രൂഷയിൽ ഒരു ദൈവഭക്തനും ഒഴിഞ്ഞിരിക്കാൻ പറ്റുകയില്ല. വിശുദ്ധിയോടെ ശുശ്രൂഷയിൽ നാം പങ്കെടുത്തില്ല എങ്കിൽ നാം കുറ്റക്കാരാകും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ദൈവവുമായി കൂടുതൽ ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. ഇതിനെ ഒഴിവാക്കുന്നവർക്ക് ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. ദൈവ കൂട്ടായ്മയുമായി ഒരു ബന്ധവുമില്ല. കൂട്ടുവിശ്വാസികളുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെയാണ് അതിൽ കൂടെ നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ഈ ശുശ്രൂഷയിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കാൻ ഉത്തരവാദികളാണ്. അവർ അങ്ങനെ എടുക്കാത്തവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാൻ ഉള്ള സാധ്യത വളരെ വലുതാണ്. അവർക്ക് ദൈവവുമായുള്ള ബന്ധം വിട്ട് ലോകവുമായുള്ള ബന്ധം കൂടിക്കൂടി വരികയും അവർ ഒരു ലോക മനുഷ്യനായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹം ഒന്നും അവർക്ക് കിട്ടുകയില്ല. ഒരു ലോക മനുഷ്യന് ലോകത്തിൽ പലതും നേടാൻ കഴിഞ്ഞേക്കാം. അതെല്ലാം ഒന്നും ദൈവം തരുന്നതല്ല മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ലോകം അതിൻ്റെ അന്ത്യനാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയും അനർത്ഥങ്ങൾ, ആപത്തുകൾ, യുദ്ധങ്ങൾ, യുദ്ധഭീഷണികൾ, ആതങ്കവാദികൾ, സ്ഫോടനങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളാൽ ജനം നശിച്ചുകൊണ്ടിരിക്കുന്നു. പലയിടത്തും അനീതിയും അഴിമതികളും കൊലപാതകങ്ങളും പീഡനങ്ങളും ഒക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കാലം. പലരും ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന കാലം. ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്ന് സംശയിക്കുന്ന ജനത്തിൻ്റെ പാവങ്ങൾ അത്രേ ഇതിനൊക്കെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആമോസ് 8:6 നമ്മൾ വായിക്കുമ്പോൾ, ആമോസിൻ്റെ 8:6 ദരിദ്രന്മാരെ വിഴുങ്ങുവാനും ദേശത്തിലെ സാധുക്കളെ ഇല്ലാതാക്കാനും പോകുന്നവരെ ഇത് കേൾപ്പീൻ. ഞാൻ അവരുടെ പ്രവൃത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കയില്ല എന്ന് യഹോവ യാക്കോബിൻ്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. അതുനിമിത്തം ഭൂമി നടുങ്ങുകയും അതിൽ പാർക്കുന്ന ഏവനും ഭ്രമിച്ചു പോവുകയും ചെയ്യുകയില്ലയോ? ദൈവിക വചനങ്ങളെല്ലാം നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് ചെയ്യേണ്ടത് ദൈവത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അവൻ്റെ വചനങ്ങളിൽ ബലപ്പെടുക. ദൈവം അറിയാതെ ലോകത്തിലൊന്നും സംഭവിക്കുകയില്ല. ലോകത്തിലുള്ള നമ്മൾ നോക്കിയാൽ ലോകത്തിലുള്ളതൊന്നും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊന്നുമല്ല. സമാധാനം തരുന്നതോ മറ്റ് നന്മകൾ തരുന്നതോ ഒന്നും നമുക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമുള്ള കാര്യങ്ങളൊന്നുമല്ല. അതെല്ലാം നശിച്ചു പോകുന്നതാണ്. ലോകത്തിലുള്ള സന്തോഷം, നന്മകൾ ഇതെല്ലാം താൽക്കാലികമാണെന്ന് നമ്മൾ മനസ്സിലാകും. ലോകം ഇപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള വിശപ്പ് ജനത്തിന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിനെ അറിയുവാൻ ലോകമനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. അത് നിത്യസമാധാനവും സന്തോഷവും ഈ നശ്വര ലോകത്തിൽ നൽകിത്തരുമെന്ന് ലോകം അറിഞ്ഞു കഴിഞ്ഞു. ആമോസ് 8:12 നമ്മൾ വായിക്കുമ്പോൾ, അന്നവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉടനെയെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, എന്നാൽ കണ്ടുകിട്ടുകയില്ല താനും. ഇനി അത് ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നീ യേശുവാകുന്ന വചനത്തെ ആത്മാർത്ഥമായി സ്വീകരിച്ചാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്പെടും. ദൈവം കോവിഡ് എന്ന മഹാമാരി അയച്ചു. അനേകർക്ക് ജീവൻ നഷ്ടമായി. ജനം ഭീതിയിലായി. ജനത്തിന് കൂടി വരാനോ കൂട്ടായ്മ ആചരിക്കാനോ സഭായോഗങ്ങൾ പള്ളിയിൽ പോകുവാനോ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണെന്ന് ലോകം മനസ്സിലാക്കുന്നതേ ഇല്ല. ഇപ്പോഴും ബൈബിൾ വായിക്കാനോ സുവിശേഷം പറയാനോ വിലക്കാണ് പല രാജ്യങ്ങളിലും. സ്വാതന്ത്ര്യമില്ലാത്ത കാര്യം. എങ്കിലും പല രാജ്യങ്ങളിലും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ താല്പര്യമുള്ളവർ കൂടിക്കൊണ്ടിരിക്കുന്നു. പലർക്കും ബൈബിൾ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമായി വരുന്നവരുണ്ട്. നമ്മുടെയൊക്കെ കയ്യിൽ ഒന്നിലധികം ബൈബിൾ ഉണ്ടായിട്ടും വളരെ പ്രയാസപ്പെട്ടാണ് ബൈബിൾ തുറക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
ലോകത്തിന് ഇപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ആവശ്യം. മറ്റെന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കാത്ത ജീവിതമില്ല. യോവേൽ 1:2 നമ്മൾ വായിക്കുമ്പോൾ, മൂപ്പന്മാരെ ഇത് കേൾപ്പീൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവി കൊടുപ്പീൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ലോകത്തിൻ്റെ ഈ അവസ്ഥ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. യോവേൽ 2:11 നമ്മൾ വായിക്കുമ്പോൾ, യഹോവ തൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ മേഘനാഥം കേൾപ്പിക്കുന്നു. അവൻ്റെ പാളയം അത്യന്തം വലുതും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ പാളയം അത്യന്തം വലുതും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. ദൈവത്തിൻ്റെ വചനം അനുഷ്ഠിക്കുന്നവനാണ് ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിമാനെന്ന് നമുക്ക് മനസ്സിലാക്കാം. യഹോവയായ കർത്താവ് പറയുന്നു, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരിവിൻ. പകുതി ഹൃദയം ലോകമോഹങ്ങളിലും പകുതി ദൈവത്തിലേക്കുമല്ല, പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിക്കുക. പുറമേ ഉള്ളതിനെയൊക്കെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടോ, നമ്മൾ പുറമേ എന്തെങ്കിലും രൂപാന്തരം വരുത്തിയോ വല്ല മാറ്റം വരുത്തിയുണ്ടോ, നമ്മുടെ പുറമേ ഉള്ള ശരീരത്തിൽ മാറ്റം വരുത്തിയുണ്ടോ, ശരീരത്തിലോ വസ്ത്രധാരണ രീതിയിലോ മറ്റ് കാര്യങ്ങളിലോ ഒക്കെ മാറ്റം വരുത്തിയുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഒരു പൂർണ്ണ രൂപാന്തരം വരണം. അതാണ് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി മുറിക്കട്ടെ എന്ന് വചനം പറയുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനാണ് പൂർണ്ണ രൂപാന്തരം പറഞ്ഞത്, നമ്മുടെ മറ്റു കാര്യങ്ങൾക്കൊന്നും പുറമേ ഉള്ള കാര്യങ്ങൾക്കല്ല. എന്നിട്ട് അവൻ്റെ അടുക്കിലേക്ക് തിരിവിൻ, ജീവനുള്ള ക്രിസ്തുവാകുന്ന വചനത്തിൽ ആശ്രയിപ്പീൻ. അങ്ങനെ ശക്തി പ്രാപിക്കുക. ഏത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നാലും തളർന്നു പോകാതെ നിൽപ്പാൻ വചനമാകുന്ന യേശു കർത്താവിൽ നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുക. അങ്ങനെ മുന്നോട്ട് പോകുക. അതിനായി ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.